ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഖിഡ്കി എന്ന ലഘുകഥ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഖിഡ്കി എന്നുള്ള ലഘുകഥയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. एसी के बजाय जनरल कोच से सफ़र का आनंद लेना, इसका मतलब क्या हो सकता है? एसी के बजाय, एसी अल्लादे जनरल കോച്ചിൽ നിന്നും സഫർ കാ ആനന്ദ് ലേന, യാത്രയുടെ ആനന്ദം കണ്ടെത്തുക. ഇസ്കാ മത്ലബ് ക്യാ ഹോ സക്താ ഹെ, ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ലേഖകൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും കാരണം? അപ്പോൾ ഇതാണ് ആൻസർ. इसका मतलब यह है कि अगर हम ऐसी कोच में सफ़र करेंगे तो हमेशा आम जनता की जीवन शैली और उसका अनुभवों को समझ नहीं सकते. इसका मतलब यह है कि, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, अगर हम ऐसी कोच में സഫർ കरेंगे, നമ്മൾ AC കോച്ചിലാണ് പോകുന്നതെങ്കിൽ, तो हमेशा आम जनता की, എപ്പോഴും ആം ജനത എന്ന് വെച്ചാൽ സാധാരണ ആളുകളുടെ ജീവൻ ശൈലി എന്ന് വെച്ചാൽ ജീവിത ശൈലികളും और उसका अनुभवों को, പിന്നെ അവരുടെ അനുഭവങ്ങളെയും സമജ് നഹി സക്തെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. यदि हम जनरल कोच में सफ़र करें तो हमें हमेशा साधारण जनता का जीवन शैली और अनुभवों को समझ सकते हैं. നമ്മൾ ജനറൽ കോച്ചിലാണെങ്കിൽ പോകുന്നെങ്കിൽ, अगर हम जनरल कोच से सफ़र करें तो हमें हमेशा साधारण जनता का जीवन शैली और अनुभवों को समझ सकते हैं. നമുക്ക് എപ്പോഴും സാധാരണ ആൾക്കാരുടെ ജീവൻ ശൈലിയും പിന്നെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും കാണാനും വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. युवती का गला रूंध जाने का कारण क्या हो सकता है? യുവതി ക ഗല, ആ സ്ത്രീയുടെ ഗല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട, രൂന്ത് ജാനേക്ക, കരച്ചൽ വരുന്നത് പോലെ ഇടറാനുള്ള, കാരൻ ക്യാ ഹോ സക്താ ഹെ, കാരണം എന്തായിരിക്കുമെന്നാണ് ചോദ്യം. പത്നി ने 100 पर पीस देंगे ऐसे बोला. अगर 100 रुपये में एक पीस देंगे तो वह उस युवती के लिए बहुत नष्ट होगा और उनके जीवन बिताने के लिए पर्याप्त पैसा नहीं मिलेंगे उसमें, इसलिए उनके गले में रूंध आया. पत्नी ने 100 पर पीस देंगे ऐसे बोला. അപ്പോൾ പത്നി എന്തായിരുന്നു പറഞ്ഞത്? ഭാര്യ എന്തായിരുന്നു പറഞ്ഞത്? 100 രൂപയ്ക്ക് ഒരു പീസ് തരുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. अगर 100 रुपये में एक पीस देंगे तो वह उस युवती के लिए बहुत नष्ट होगा. അങ്ങനെ ഒരു പീസിന് 100 രൂപ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ യുവതിക്ക് അത് വളരെ നഷ്ടമായിട്ടുള്ള ഒരു കച്ചവടമായിരിക്കും. और उनके जीवन बिताने के लिए, പിന്നെയോ അവരുടെ ജീവിത ആവശ്യങ്ങൾക്കുള്ള പര്യാപ്ത പൈസ നഹി മിലേംഗെ, ആവശ്യമായിട്ടുള്ള പണം അതിലൂടെ ലഭിക്കുന്നില്ല. ഇസ്ലിയെ ഉസെ ഗലെ മേ രൂന്ത് ആയ, അതുകൊണ്ടാണ് അവരുടെ തൊണ്ടയിടറി കരച്ചിൽ വരുന്നത് പോലെ തോന്നിയത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. वो एक बार में ही 150 में मान गई, गलती की, थोड़ा तोल मोल और करना चाहिए था. इस कथन से लोगों के किस मनोभाव का परिचय मिलता है? എന്താണ് ക്വസ്റ്റ്യൻ?
वो एक बार में ही 150 में मान गई. ഇതാര് പറയുന്നതാ? നമ്മളുടെ ഭാര്യ പറയുന്നതാണല്ലേ. ഒറ്റ പ്രാവശ്യം തന്നെ 150 രൂപക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു. ഗൽത്തിക്ക്, അത് ചെയ്തത് തെറ്റായിപ്പോയി. തോട തോൽമോൽ ഓർ കർണ ചാഹിയെ, കുറച്ചുകൂടി ഒന്ന് കനം തൂക്കി നോക്കിയിട്ട് വേണമായിരുന്നു പറയാൻ. ഇസ് കഥൻ സെ ലോഗോं के किस മനോഭാവ് का പരിചയ മിൽത്താ ഹെ. ഈ വാക്കുകളിലൂടെ ലോഗോं के ആളുകളുടെ കിസ് മനോഭാവ് का ഏത് തരത്തിലുള്ള മനോഭാവ് का പരിചയ മിൽത്താ ഹെ ഇവിടെ ലേഖകൻ പരിചയപ്പെടുത്തുന്നത്. इसमें से हमें लोगों के लालच का चित्रण मिलता है. इसमें से हमें ഇതിൽ നിന്നും നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ലോഗോं के ആളുകളുടെ ലാലച്ച് का എന്താ അത്യാഗ്രഹത്തിൻ്റെ ചിത്രമാണ് മിൽത്താ ഹെ കാണാൻ കിട്ടുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. लेखक के पिताजी और उस युवती में कौन सी समानता हो सकती है? उनकी आंखों में भी അവരുടെ കണ്ണുകളിലും വഹി നമീത്തി അതേ നനവുകൾ കാണാൻ കഴിഞ്ഞു. ജോ ആജ് ഉസ് യുവതി കി ആംഖോ മേ തി, എന്താണ് തൻ്റെ പിതാവിൻ്റെ കണ്ണുകളിലുള്ള അതേ നനവ് ആരുടെ കണ്ണുകളിലും കാണാൻ പറ്റി? ആ യുവതിയുടെ കണ്ണുകളിലും കാണാൻ പറ്റി എന്നാണ് ലേഖകൻ പറയുന്നത്. ലേഖകൻ്റെ പിതാജിയും ഉസ് യുവതിമേ ആ യുവതിയും കോൺസി സമാനത ഹോ സക്തി ഹെ, എന്തൊക്കെ സമാനതയാണ് കാണാൻ കഴിയുന്നതെന്നാണ് ചോദ്യം. लेखक की पिताजी और उस युवती समाज की निम्न वर्ग की ओर इशारा करते हैं. ലേഖകൻ്റെ പിതാവും പിന്നെ ആ യുവതിയും ആരുടെ പ്രതീകമാണ്? സമാജിക്ക് നിമ്നവർഗ്, സമൂഹത്തിൽ താഴ്ത്തപ്പെട്ട ആളുകളുടെ പ്രതീകമാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി ഗതിവിധിയാം. കഹാനി പഠേ ഓർ റിക്ത് സ്ഥാൻ കി പൂർത്തി കരെ. കഹാനി പഠേ കഥ വായിച്ചിട്ട് റിക്തസ്ഥാൻ കി പൂർത്തി കരെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മേലെ ഉണ്ട് ലഘു കഥ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം, പാത്ര എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ്, പിന്നെ മൂന്നാമതായിട്ട് സ്ഥാൻ. അപ്പോൾ ഘടന, പാത്ര, സ്ഥാൻ ഇത്രയുമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഘടന എന്താണ് വരിക? എന്താണ് സംഭവം വരുന്നത്? ഘടന എന്ന് വെച്ചാൽ സംഭവം. റെയിൽഗാഡിക്ക അനുഭവ് അല്ലേ, എന്തായിരുന്നു റെയിൽഗാഡിയുടെ തീവണ്ടിയിലുണ്ടായ അനുഭവം അല്ലേ. പാത്ര ആരൊക്കെയായിരുന്നു ഈ ലഘുകഥയിലെ കഥാപാത്രങ്ങൾ? പതി, പത്നി, ബച്ച്, യുവതി, ഇത്രയും ആളുകൾ, ഈ 4 ആളുകളാണ് ഇതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സ്ഥാൻ എവിടെയാണ്? സ്ഥലം എവിടെയാണ്? റെയിൽഗാഡിയാണ് സ്ഥലം. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് നമൂനെ കെ അനുസാർ വാക്യോं को ബദൽക്കർ ലിഖേ. സൂചനയുടെ അടിസ്ഥാനത്തിൽ വാക്യങ്ങളെ മാറ്റി എഴുതാനാണ് പറയുന്നത്. शादी का बुलावा आया था. पत्नी बातों में मशगूल हो गई थी. അപ്പോൾ ഇപ്പുറത്ത് എന്താണ്? ഡാഷ് ആണ്. ലഡ്ക ബെഞ്ച് പർ ബൈഠാ था അല്ലേ. മീനു ബാസാർ കി ഓർ ചലി थी. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഭൂതകാലത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇതൊക്കെ. പക്ഷേ ആദ്യത്തെ കോളത്തിലുള്ളത് എന്താ? സാമാന്യ ഭൂതകാലത്തിലുള്ള സെൻറ്റൻസാണ്. രാം നെ ആം ഖായ എന്നുള്ളത് ഒരു സാമാന്യ ഭൂതകാലത്തിലുള്ള സെൻറ്റൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഷാദി കാ ബുലാവ ആയ
ഷാദിയുടെ എന്താ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ വന്നു അല്ലേ. ഇപ്പോഴത്തെ കോളത്തിലെന്താ, അത് ഒരു പൂർണ്ണ ഭൂതകാലത്തിലുള്ള സെൻറ്റൻസാണ്. ഷാദി കാ ബുലാവ ആയാ ഥാ, കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ വന്നിരുന്നു. പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയി, ഭാര്യ സംസാരത്തിൽ മുഴുകിയിരുന്നു. മുഴുകി എന്നുള്ള അർത്ഥം. പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയി തി, ഭാര്യ സംസാരത്തിൽ മുഴുകിയിരുന്നിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ സാമാന്യ ഭൂതകാലത്തിൽ എഴുതുന്ന സമയത്ത് അതിന് താ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പുറത്തു നിന്നും താ തീയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എന്താ, സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പുറത്ത് എന്താ വരിക, ലഡ്ക ബെഞ്ച് പർ ബൈഠാ താ എന്നുള്ളത് സാമാന്യ ഭൂതകാലത്തിൽ എഴുതുമ്പോൾ ലഡ്ക ബെഞ്ച് പർ ബൈഠാ, അത്രയും മതി. പിന്നെയോ അടുത്തത് എന്ത് വരും, മീനു ബാസാർ കി ഓർ ചലി, ഇത്രയും എഴുതി കഴിഞ്ഞാൽ സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറിയിരിക്കും.